ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സൗത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടുള്ള തൈര് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് തൈര് വട എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഉഴുന്ന് ആദ്യം തന്നെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഉഴുന്നാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എടുക്കുന്ന സമയം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം സോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഉഴുന്ന് സോക്ക് ചെയ്യാനിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഉഴുന്നാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 6 മണിക്കൂർ കുതിരാൻ വെക്കുക. ഇപ്പോൾ ഇത് 6 മണിക്കൂറിന് ശേഷം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാതെ. ഇനി 1/2 ടേബിൾ സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂണ് കായപ്പൊടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി എന്തെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ ഇത് വേണമെങ്കിൽ പച്ചമുളകൊക്കെ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി പാനിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ കയ്യിലൊന്ന് നനവ് വേണം കേട്ടോ. കുറച്ച് മാവ് എടുക്കുക, വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഹോളാക്കുക. ഇനി ഒരു കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ എടുക്കുക, ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഹോളാക്കും വേണമെങ്കിൽ ചെയ്യുക. 2 രീതിയിലും ചെയ്യുക. കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇപ്പോൾ ചെയ്ത പോലെയാണ് എളുപ്പം. പിന്നെ ഇത് തൈര് വട ആയതുകൊണ്ട് ഓവറായിട്ട് ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. തൈര് വടക്ക് കുറച്ചൊക്കെ ഒരു സോഫ്റ്റ് വേണമല്ലോ. ഇത് ഫ്രൈ ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എപ്പോഴും ഉഴുന്ന് വടക്ക് സോക്ക് ചെയ്യുമ്പോൾ 6 മണിക്കൂർ കൂടുതൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. ഇനി കുറച്ച് പഴയ മിക്സിയൊക്കെ ആണെങ്കിൽ നമുക്ക് അരയാൻ ഇത് പ്രയാസമാണ് ഉഴുന്ന്. അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അരച്ചെടുക്കുക. വെള്ളം കൂടുതലാണെന്ന് തോന്നുമ്പോൾ ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ച് അതുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഉഴുന്ന് നമ്മളെപ്പോഴാണ് ഉഴുന്നുവട ഫ്രൈ ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് മാത്രമാണ് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നേരം ഇങ്ങനെ അരച്ചെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉഴുന്നുവട ഒന്ന് കുറച്ച് കളർ കൂടിപ്പോയി, അത് സാരില്ല. നമുക്ക് കുറച്ചിത് സോക്കാവാൻ വേണ്ടി വെള്ളത്തിലോട്ട് നമ്മൾ ചേർക്കണതാണ്. അപ്പോൾ ആ കളറൊക്കെ ഒന്ന് പോയി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ മാവ് കയ്യിലെടുക്കുന്നതിൻ്റെ മുന്നേ വെള്ളം നനച്ചിട്ട് മാത്രം എടുത്താൽ മതി. അപ്പോൾ വേഗം നമുക്ക് എണ്ണയിലോട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ഉഴുന്നുവട ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഉഴുന്നുവട എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരിട്ട് തന്നെ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക, ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ഇനി അധികം പുളിയില്ലാത്ത തൈര് ഞാനിവിടെ 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നല്ല ജീരകം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് ഉഴുന്നുവട എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇനി തൈരിലോട്ട് വറവിടാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കുക. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 3 ചെറിയുള്ളി അരിഞ്ഞിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് തൈരിലോട്ട് നേരിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് വട നിരത്തി വെക്കുക. അതിൻ്റെ മീതെ തൈര് ഒഴിച്ചു കൊടുക്കുക. കുറച്ചൊന്ന് ഭംഗിക്ക് വേണ്ടി ഇത്തിരി മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും അരിഞ്ഞ് മീതെ ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് അളവിൽ ഉഴുന്നെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള തൈര് വട റെഡിയാണ്. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഐറ്റമാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.